ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മീൻസ് നല്ല ഒരു വിൻറ്റേജ് ഒരു എസ്തറ്റിക്കൊക്കെ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. എന്നാൽ 5 പൈസ ചിലവില്ല. നമ്മുടെ പുളിങ്കുരു വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി വന്നപ്പോൾ ഉമ്മ തന്നതായിരുന്നു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സംഭവം ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എടുത്തത് നമ്മൾ ഈ കല്യാണത്തിനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളം കിട്ടുമല്ലോ, അങ്ങനത്തെ ഒരു കട്ടില്ലാത്ത ബോട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കത്തി വെച്ചിട്ട് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ കട്ടിങ് കഴിഞ്ഞിട്ടില്ല. നമുക്കിനി ആ തലൻ്റെ ഭാഗമല്ലേ, അതും കൂടി കട്ട് ചെയ്ത് മാറ്റണം. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ അതും കട്ടില്ലാത്ത ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. എന്തായാലും സംഭവം കട്ട് ചെയ്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അതായത് ഈ പുളിങ്കുരു കയ്യിൽ കിട്ടിയിട്ട് കുറച്ചൊക്കെ ആയി. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം ഒരു വാൾ ഡെക്കർ നമ്മൾ ഓൾറെഡി ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഫ്രെയിം അങ്ങനത്തെ കുറച്ച് ഐഡിയാസൊക്കെയാണ് വന്നത്. അപ്പോഴാണ് ഞാൻ ഇന്നലെ പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. പിൻട്രസ്റ്റിൽ ഈ കാപ്പി കുരു ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുറേ കോഫി തീം ചെയ്യുന്നത് കണ്ടത്. പക്ഷേ കാപ്പിക്കുരു നമ്മളെ കയ്യിലില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളടുത്ത് ഇല്ലാത്ത കാര്യം വെച്ചിട്ട് ഇതില്ലല്ലോ പറഞ്ഞിരിക്കുന്നതിലാറ് നല്ലത് ഉള്ളത് കണ്ട് ഓണം പോലെയെന്നും പറഞ്ഞ് ഉള്ളത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ വലിയ നഷ്ടം വരാനൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെയാണ് ഞാൻ പുളിങ്കുരു വെച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ ഇറങ്ങിക്കണേ. അപ്പോൾ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ ഫുൾ പോർഷൻ ഇല്ല കേട്ടോ. അതാ ഈ ഒരു പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മാസ്കിംഗ് ടേപ്പാണ്, ഓപ്ഷനാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ പുളിങ്കുരുമൊക്കെ ഈ ഒരു ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുക്കുമ്പോൾ ഗ്യാപ്പ് വരുമല്ലോ എന്തായാലും. ആ ഗ്യാപ്പ് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കാണുമ്പോൾ ഒരുമാതിരി അല്ലേ. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് എടുത്തിട്ടെടുക്കുമ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യേണ്ട, മാസ്കിംഗ് ടേപ്പ് ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി ഇതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ആ പെയിൻറ്റ് ചെയ്യുമ്പം ഒരു നീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി മാസ്കിംഗ് ടേപ്പ് കയ്യിലില്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് നിൽക്കണ്ട. ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ പെയിൻറ്റ് എടുത്താൽ മതി. ആക്രിലിക് ബോട്ടിൽ 2-3 കോട്ടിൽ കൊടുത്താൽ അതും സെറ്റാവും. ഇനി ഇപ്പോൾ ചെയ്യുന്ന ഈ പരിപാടി, അതായത് വെറും മടി കൊണ്ട് മാത്രമാണ് പെയിൻറ്റ് എടുക്കാൻ മടിച്ചിട്ട്, അത് കയ്യിലാക്കാൻ മടിച്ചിട്ട് ഞാൻ മാർക്കർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. എനിക്ക് പെയിൻറ്റിങ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിത്രം വരയ്ക്കുന്നവരെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ കൂടാറും പ്രൈസൊക്കെ കിട്ടാറുണ്ടെന്ന് വെച്ചാൽ അത് എങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ പെയിൻറ്റിങ് എന്താ പറയുക, ബ്രഷൊന്നും അങ്ങോട്ട് വഴങ്ങിയില്ല. അതുകൊണ്ട് പിന്നെ എന്തോ ഒരു മടിയാണ് അതെടുക്കാൻ. അപ്പോൾ ആ ഒരു മടി കാരണം ഇവിടെ ഞാൻ പെയിൻറ്റ് എടുത്തിട്ടില്ല. മാർക്കർ ഉണ്ടായിരുന്നു ബ്രൗൺ, അത് വെച്ചിട്ട് ഫുള്ളൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറപറ നമ്മുടെ പുളിങ്കുരു ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നല്ലോണം ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒട്ടിക്കുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഗ്യാപ്പ് വിടാണ്ട് ഒട്ടിക്കാൻ നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്ന് അമർത്തിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് സമയത്ത് പണിക്ക് ശേഷം നമ്മളിതാ ഒട്ടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വലിയ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ തോന്നിയ ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം, ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ആക്കിയ ഷൈനിങ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ സക്സസ് ആണ് കേട്ടോ. ചെറിയൊരു ഷൈനിങ് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആകെ മൊത്തം ഒന്ന് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഷൈനിങ് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിച്ചാലേ പെട്ടെന്ന് ഒട്ടുന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അതേപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പം പറഞ്ഞു പോരാണ്ട് ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പുളിങ്കുരു വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഒന്നില്ലാണ്ട് നിൽക്കാൻ ഈ ഒരു ഫെവിക്കോൾ ആക്കുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഗ്ലൂ ഒക്കെ ആക്കിയിട്ട് അത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ ഫ്രെയിം ഒന്ന് ജസ്റ്റ് സെറ്റാക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയണ്ടല്ലോ, അതേ ഫ്രെയിം തന്നെയാണ്. ഇത് ഞങ്ങളെ കിടക്കുന്ന റൂമിലുള്ള ഒരു ഫ്രെയിമാണ്. ഇതിൽ ഫോട്ടോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കും. മാറ്റുന്നതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പൊക്കെ കേട് വരാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ജസ്റ്റ് ബാക്കിലുള്ള ബോർഡ് ഒന്ന് മാറ്റി, ഫോട്ടോ ഒന്ന് മാറ്റി. പിന്നെ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഗ്ലാസ് വേണ്ട, കാരണം നമ്മൾ ഒട്ടിച്ച സംഭവം പ്രൊജക്റ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഗ്ലാസ് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഗ്ലാസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു കോഫി തീമിലാണ് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കപ്പാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കോഫി തീമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വിൻറ്റേജ് ലുക്കാണല്ലോ നമ്മൾ എന്തായാലും കൊടുക്കുക. അപ്പോൾ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ച ആ ഒരു പേപ്പർ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. 15 രൂപ എങ്ങാണ്ടാണ് ഒരു A4 സൈസൊക്കെ വരുന്നത്. പിന്നെ ഇതിന് തൊട്ട് മുൻപ് കാണിച്ച സെക്കൻഡ് ഞാൻ കാണിച്ചത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന അങ്ങനത്തെ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നല്ലൊരു വിൻറ്റേജ് ലുക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഉൾഭാഗം നല്ല ഭംഗിയാണ് കാണാനേ. ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം ചാക്കന്നെ.
സത്യം പറഞ്ഞാൽ ഈ ചാക്ക് വെച്ചിട്ട് ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ആ ചാക്കിന് നല്ല എന്താ പറയുക ഗ്യാപ്പ് ഉണ്ട് നൂല് തമ്മിൽ. അപ്പോൾ പിന്നെ ഞാനത് വെക്കണ്ടെന്ന് വിചാരിച്ചു, ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റ് വന്ന ആ ഒരു കവർ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രെയിമിൻ്റെ. എന്നിട്ട് ജസ്റ്റ് പേപ്പറുകൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കപ്പിന് ജസ്റ്റ് ഒരു പിടി വേണം. അപ്പോൾ അതൊന്ന് ഞാൻ വരച്ചു കൊടുക്കാം കേട്ടോ, ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട്. പിന്നെ ആ ഒരു സ്കെച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പുളിങ്കുരു ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ വീഡിയോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. കാരണം നമ്മൾ കുറേ സമയം ലോങ് വീഡിയോസ് മാത്രം ഇട്ട് പോയിരുന്നു. അപ്പോൾ ലോങ് വീഡിയോക്ക് നല്ല വ്യൂസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വീക്ക് ഷോർട്സ് ഇട്ട് പോയി. അപ്പോൾ ഷോർട്സിന് വ്യൂസ് കയറി വന്നപ്പോൾ പിന്നെ ലോങ് വീഡിയോസ് ഇട്ടപ്പോൾ പറ്റ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ ഒരു എന്താ പറയുക മറ്റേ ടെക് ചാനൽ ഉണ്ടാവുമല്ലോ, അതിൽ കണ്ടു നമ്മൾ ലോങ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ലോങ് വീഡിയോസിനായിരിക്കും വ്യൂസ്, ഷോർട്സിനാണെങ്കിൽ ഷോർട്സിനായിരിക്കും. അങ്ങനെ കണ്ടോ സത്യമാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ താല്പര്യം? അപ്പം ഞാനിപ്പോൾ വിചാരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് ഒന്നിടവിട്ടിട്ട് ഓരോ ഡേയ്സിൽ എന്ത് ചെയ്യുക, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ലോങ് വീഡിയോസ് ഇല്ലാത്ത സമയത്ത് ഷോർട്സും, അതായത് ഇപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ആണെങ്കിൽ നാളെ ഷോർട്സ്, മറ്റന്നാൾ ലോങ് വീഡിയോ, അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് പ്ലാനിങ്. എന്നും പറ്റുമോ എന്നുള്ളതൊന്നും അറിയൂല. അപ്പോൾ ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ആക്കണേ. ഞാൻ ആ ഫെവിക്കോൾ ഒഴിച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ? അതിൽ നിന്ന് കുറേ അങ്ങോട്ട് ഒഴുകി പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണ് ഉണങ്ങി കിട്ടുകയെന്നില്ല ഒരു ഐഡിയ എനിക്കില്ല. എന്തായാലും ഞാൻ അതും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് അവിടെ നിന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ ഒരു കുറവ് അതിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരുപാട് ഈ കപ്പിൽ നിന്ന് പുക പോണ പോലത്തെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പിൻട്രസ്റ്റിൽ മാത്രമല്ല കേട്ടോ, ഞാനൊരു പ്രാവശ്യം ഏതോ ഒരു മോളിൽ പോയ സമയത്ത് ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ സെയിം കപ്പിൽ ഇങ്ങനെ ചായന്ന് പുക പോണ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പുളിങ്കുരു വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു വൃത്തി തോന്നിയില്ല. പിന്നെ ഞാൻ ബോർഡർ പോലെ ചെയ്യാൻ നോക്കി, അതും എനിക്ക് ഭംഗി തോന്നില്ല. എന്നാൽ എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ആദ്യം. പിന്നെ ഞാൻ ജസ്റ്റ് ഗ്ലൂ ആക്കിയിട്ടൊരു വൈറ്റ് ത്രെഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഈ സ്റ്റീം ഇങ്ങനെ പോകുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണോ വെക്കാണ്ടാണോ ഭംഗി? എനിവേ സംഭവം നമ്മളിതാ വാളിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.